നമ്മൾ അങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടതല്ല. ഇവരോട് ഗ്രൂപ്പിൽ നിന്ന് ആവശ്യം നിങ്ങൾ സംവാദത്തിനുണ്ടോ ഇതിനുണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഈ സംവാദങ്ങളൊക്കെ ഈ പറയപ്പെട്ട വിഷയത്തിലൊക്കെ നമ്മൾ സംവാദം നടത്തിയതാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൈമാറിയ കോപ്പിയിൽ ഇങ്ങനെ ഒരു സംവാദം നടക്കാൻ വേണ്ടി ജമിയത്തുൽ ഉലമയുടെ കത്ത് വേണം എന്നത് അതിൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ ഞങ്ങൾ എഴുതിയിട്ടില്ല. പക്ഷെ അതിൽ ഇവരാണ് സൂപ്പർ ബസാറിലെ ആളുകളാണ് ഞങ്ങൾ KNM ആ KNM എത്തി കാണില്ലല്ലോ. സൂപ്പർ ബസാറിലെ KNM അല്ലല്ലോ ചർച്ചയ്ക്ക് വന്ന് നിങ്ങൾ അല്ല. സൂപ്പർ ബസാറിലെ KNM നിങ്ങളാണ്. നിങ്ങൾ ഇവിടെ ഉള്ള അല്ല നിങ്ങൾ ഓടിപ്പിച്ചത് ഇരിക്കാൻ പറ്റില്ല എന്നിട്ട് കളവ് പ്രചരിപ്പിക്കുവാനാണ്. അല്ല നിങ്ങൾ അവിടെ ഇരുന്ന ആളുകൾ ഓടിപ്പിച്ച KNM ആളെ ഓടിപ്പിച്ചില്ലേ? ആ KNM ആൾ ഓടിപ്പിച്ച. അപ്പൊ ഒരു കാര്യം ചെയ്യും നമ്മൾ ഇപ്പൊ അല്ലല്ല നമ്മളിപ്പോ ഇവിടെ വന്നത് നിങ്ങളുടെ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്നത്. ജബ്ബാർ മൗലവി ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹിൽ എഴുതിയത് ഇസ്തിആനത്തും ബിൽ ജിന്നല്ലാതെ നിസ്കാരത്തിന്റെ ശുറൂത്തല്ല. ജബ്ബാർ മൗലവിയുടെ 2007 ഏപ്രിൽ മാസത്തിൽ എഴുതിയ വരിയിൽ ഒരു മനുഷ്യൻ ഇരുട്ടത്ത് തപ്പിത്തറയുമ്പോ ജിന്ന് ശബ്ദം കേട്ടു, അത് ജിന്നാണെന്ന് കരുതിയിട്ട് അയാള് എന്ത് ചെയ്യുന്ന സഹായം തേടിയാൽ ശിർക്കാവൂല എന്നാണ് ജബ്ബാർ മൗലവി പറഞ്ഞത്. അതാണ് ഞങ്ങൾ പറയുന്നത്, അത് ശിർക്കാകും. ഇതാണ് വാദം. ഈ വാദത്തിൽ നിങ്ങൾ അതൊക്കെ സംവാദത്തിലാണ് പറയേണ്ടത്. അതിന് നമുക്ക് വാദ സംവാദത്തിലല്ല, വാദം വ്യവസ്ഥയിൽ പറയണം. നിങ്ങളെ വാദം എന്താ? അല്ല വാദം വ്യവസ്ഥയിൽ പറയണം. വാദം വ്യവസ്ഥയിൽ പറയണം. ഇല്ലാതെ എങ്ങനെ സംവദിക്കാം? അല്ലെങ്കിൽ ഓലിരിക്കട്ടെ അതൊക്കെ നിങ്ങളുടെ പ്രാദേശിക പ്രശ്നം. അതല്ല അല്ല ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഒരു വാദം എഴുതണ്ടേ? നിങ്ങളേറ്റല്ലോ. സൂപ്പർ ബസാറിലെ വിസ്ഡം യൂണിറ്റും സൂപ്പർ ബസാറിലെ KNM യൂണിറ്റും തമ്മിൽ കത്ത് കൊടുത്ത് പരസ്പരം ഒഫീഷ്യലായി നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് സംവാദ വ്യവസ്ഥ ഇതാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ചർച്ച ചെയ്ത ആൾക്കാരൊന്നും അപ്പൊ നിങ്ങളെ ലെറ്റർ ഒഫീഷ്യൽ അല്ല. വിസ്ഡം സൂപ്പർ ബസാർ ഇവിടുത്തെ ആൾക്കാരെവിടെ? ഇവിടുത്തെ ആൾക്കാരെ അയാൾ കളവ് പറഞ്ഞാൽ ഇവിടെ മാലോകരം ഈ വിഷയത്തിൽ കളവ് പ്രചരിപ്പിക്കാൻ അയാൾ കളവ് പറഞ്ഞാൽ ഇതിക്ക് വന്നിട്ട് കാര്യമുണ്ട്. ഇതിക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. കളവ് പറഞ്ഞു മയമാലിയൊക്കെ ഉണ്ടല്ലോ. സത്യസന്ധനായിട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെ ജിന്നെ സഹായിക്കണേ വെളിച്ചം തരണേ എന്ന ഒരു സഹായത്തേട്ടം നടക്കുന്നുണ്ട്. ആ സഹായത്തേട്ടം ശിർക്കല്ല എന്നാണ് വിസ്ഡം പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അത് അദൃശ്യ ഭൗതികമായ ജിന്നുകളോടുള്ള സഹായത്തേട്ടമായതിനാൽ ശിർക്കാണെന്നാണ്. അതിന് സൂറത്ത് അൻആം ഓതിയിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അൻആം ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് ഈ പറഞ്ഞാൽ ആടെ ഇവിടെ ചർച്ചയിലില്ലാതെ സൂറത്തിൽ അന്നാമൊന്നും നിങ്ങൾ എന്താ ഇല്ലാത്ത അല്ല. സൂറത്ത് അന്നാം ചർച്ച വേണ്ട, നിങ്ങൾക്ക് സൂറത്ത് അന്നാം ചർച്ച അത് ഒഴിവാക്കാം. അല്ല അത് ഒഴിവാക്കാം. ഈ വിഷയത്തിൽ അപ്പൊ സൂറത്ത് അന്നാം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, സൂറത്ത് അൻആം ഇസ്തിആനത്തും പിന്നെ ശിർക്കല്ല എന്ന് വിസ്ഡം പറയുന്നു. അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നു. അത് ഒഴിവാക്കണം എന്നാണോ പറയുന്നത്? കാക്കങ്ങൾ ചൂടാവല്ലേ, ഇരിക്കി ശാന്തനാവ്. വിസ്ഡം സൂപ്പർ ബസാർ യൂണിറ്റിന്റെ ഒരു ലെറ്റർ നമുക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കും KNM സൂപ്പർ ബസാർ യൂണിറ്റിന്റെ ലെറ്റർ വെച്ചു. രണ്ടും സംഘടനയുടെ ശാഖ ലെറ്ററാണ്. അപ്പൊ വിസ്ഡത്തിന്റെ ലെറ്റർ എന്ന് പറഞ്ഞാൽ കാളപൂട്ട് പോലാണ്, ഇവിടെ വില ഇല്ലാത്തതാണെന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. നിങ്ങളെ ലെറ്ററിന് വില ഉണ്ടോ? ഈ സൂപ്പർ ബസാർ വിസ്ഡം യൂണിറ്റിന്റെ ലെറ്ററിന് വില ഉണ്ടോ ഇല്ലേ? ആ വിലയിൽ നമുക്ക് സംവാദം നടത്താം. ആ വിലയിൽ സംവാദം. ഇനി ജമിയത്തുൽ ഉലമയുടെ ലെറ്റർ വേണോ? നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളെ വിസ്ഡം പണ്ഡിത് സാബ് ഒരു ലെറ്റർ ജമിയത്തുൽ ഉലമക്ക് തരി, നമ്മ ഉടനെ മറുപടി വരും. ഏത് ജമിയത്തുൽ ഉലമന്റെ കത്ത് വിസ്ഡത്തിന് തന്നാൽ, വിസ്ഡത്തിന്റെ പണ്ഡിത സഭയ്ക്ക് തന്നാൽ ഈ സംവാദം നമുക്കിവിടെ തുടർന്ന് പോകാം. ഇല്ലെങ്കിൽ നമ്മൾ കുറേ വർത്തമാനം പറഞ്ഞ് കുറേ റെക്കോർഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇത് നിങ്ങൾ മറുപടി ഉണ്ടോ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതോടെ പിരിച്ചിട്ട് പോകാം. നമ്മൾ ജബ്ബാർ മൗലവിയുടെ വിഷയമാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നത്. അത് ഞങ്ങൾ ഇന്നും ഉറച്ചു നിൽക്കുന്നത് പച്ച ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ്. അതിന് നിങ്ങൾ വ്യവസ്ഥക്ക് തയ്യാറുണ്ടോ? സംവാദത്തിന് തയ്യാറുണ്ടോ? പറയും. എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നിവിടെ വന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ വ്യവസ്ഥ എങ്ങനെയെങ്കിലും കൊളാക്കി സംവാദം നടത്താതിരിക്കാൻ എന്തെങ്കിലും വകുപ്പിട്ട് നോക്കി കൊളാക്കാൻ നിങ്ങൾ ഇവിടെ വന്നു അല്ലേ? പണ്ഡിതന്മാരുമായി സംവദിക്കാൻ തയ്യാറെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മിനിറ്റ്, നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശം വെട്ടി തുറന്ന് പറയാൻ നിങ്ങൾക്ക് തയ്യാറാണ്. പിന്നെ എന്താ ഈ ആദർശങ്ങൾ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ പണ്ഡിതന്മാര് ഞങ്ങൾ ആളുടെ പെടുത്തി, നിങ്ങളെ പണ്ഡിതന്മാര്
അവർ പ്രചരിപ്പിക്കുന്ന പ്രബോധനം ചെയ്യുന്ന വിഷയം നാട്ടിലെ ജനങ്ങളോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ കോൺഫിഡൻസ് എന്നോട് പറഞ്ഞു ആരും ഒന്ന് കൂടിയിട്ട് ഇതിന് എങ്ങനെയാണ് വ്യവസ്ഥ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചോട് എന്തിനാ ഇരിക്കുന്നു ചോദിച്ചോ പറഞ്ഞോ ഞങ്ങൾ ചോദിച്ചു എന്നോട് എന്തിനാ അവിടെ ഇരിക്കണതെന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? എനിക്കറിയാം ചർച്ച വരണം. പിന്നെന്ത് അപ്പൊ ഇജി പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല, അത് കൂടേണ്ട ആവശ്യമില്ല. ഈ ചർച്ചകൾ അല്ല, ഈ ചർച്ചകൾ അവസാനം ഒരു ഒഫീഷ്യൽ ലെറ്ററിൽ വന്നു. ആ ലെറ്ററാണ് പരിഗണിക്കേണ്ടത്. അതിന് മുമ്പോ പിമ്പോ നിങ്ങൾ നാട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഈ വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇപ്പൊ വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ഇന്നലെ ചോദിച്ചിട്ടില്ല. ഞങ്ങള് ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? അപ്പൊ ആദ്യം പറയണ്ടേ? ഇന്നലെ വരെ പറഞ്ഞോ KJയുടെ ലെറ്റർ കിട്ടിയെങ്കിൽ സൂപ്പർ ബസാർ യൂണിറ്റ് വരുമെന്ന് ഇന്നലെ വരെ പറഞ്ഞോ? ഇന്ന് കാലത്ത് പറഞ്ഞോ? സംവാദത്തിന് വ്യവസ്ഥ ചെയ്തായിരുന്നപ്പോ പുതിയ കണ്ടീഷൻ, ഒളിച്ചോടാനുള്ള കണ്ടീഷൻ ഒന്നാമത്തെ വ്യവസ്ഥ അതാണ്. ഞങ്ങൾ ഇവിടെ വന്നത് വ്യവസ്ഥക്കിരിക്കാനാണ്, വ്യവസ്ഥ എഴുതാനാണ്. ജബ്ബാർ മൗലവിയുടെ വാദവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പറയുന്നു പച്ച ശിർക്കാണ്. ഇതിന് വിസ്ഡം വിഭാഗം വ്യവസ്ഥക്ക് എഴുതാൻ തയ്യാറുണ്ടോ? വ്യവസ്ഥക്ക് തയ്യാറുണ്ടെങ്കിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ വ്യവസ്ഥ എഴുതാൻ കത്ത് തരാൻ വിശ്വസിക്കുന്ന ആദർശം ശരിയാണെങ്കിൽ ഒന്ന് പറയട്ടെ, നിങ്ങൾക്ക് കത്ത് വേണമെന്ന് നിങ്ങൾ എപ്പോഴാ പറയുന്നത്? ജംഇയ്യത്തുൽ ഉലമയുടെ കത്ത് വേണം നിങ്ങൾ എപ്പോഴാ പറയുന്നത്? ഞങ്ങളെ മുമ്പിൽ വ്യവസ്ഥ ചെയ്താൽ വന്നപ്പോ എവിടെ ജംഇയ്യത്തിന്റെ കത്ത് എവിടെ? നിങ്ങൾ ചോദിച്ചു ജംഇയ്യത്തിന്റെ കത്ത് എവിടെ ചോദിച്ചു? ഒഫീഷ്യലായിട്ട് നിങ്ങളെ ലെറ്ററിൽ അങ്ങനെ ആവശ്യമില്ല. നിങ്ങളുടെ ലെറ്ററിൽ ആവശ്യം അങ്ങനെ ഉന്നയിച്ചിട്ടില്ല. മുന്നേ നിങ്ങൾ നാട്ടുകാർ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഒഫീഷ്യൽ ലെറ്ററിലാണ് ചർച്ച. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞ നാട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ചല്ല ഞങ്ങളോട് ചോദിക്കേണ്ട വ്യവസ്ഥ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ ഇന്നലെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യായിരുന്നില്ലേ? ഞങ്ങൾക്ക് KJയുടെ ലെറ്റർ വേണമെന്ന് അത് ഇന്നലെ ടെക്സ്റ്റ് ചെയ്യായിരുന്നില്ലേ? ഇപ്പൊ വ്യവസ്ഥ എഴുതാൻ വന്നപ്പോ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതാ KJയുടെ ലെറ്റർ എന്താ ഇന്നലെ ചോദിക്കാനത്? മനഃപൂർവ്വമാണ്. ചങ്ങായിമാരെ, നിങ്ങൾക്ക് ലെറ്റർ ചോദിക്കാനാണ് നിങ്ങളിപ്പോ ഇന്ന് വന്നത്? ഞങ്ങളോട് KJയുടെ ലെറ്റർ ചോദിക്കാനാണോ വ്യവസ്ഥ എഴുതാനാണോ? അതെ, നിങ്ങൾ വ്യവസ്ഥ എഴുതാനുണ്ടോ? ഞാൻ ചോദിക്കുന്നതാണ്. നമുക്കിപ്പോ വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? സംഭവത്തിന് വ്യവസ്ഥ എഴുതാൻ പറ്റുമോ? വ്യവസ്ഥ എഴുതാം. ഈ കത്തുകൾ കൊണ്ടുവരിക, കണ്ടുകൊണ്ടുവന്നാൽ വ്യവസ്ഥ എഴുതാം, സംവാദം നടത്താം, ഒക്കെ എഴുതാം. എന്തേ നിങ്ങളിപ്പോ വ്യവസ്ഥ എഴുതാൻ സമ്മതിക്കാത്തത്? ഞങ്ങളെ ചോദ്യതാണ്. വ്യവസ്ഥ എഴുതാൻ വന്ന നിങ്ങൾ എന്തുകൊണ്ട് പിന്തിരിയുന്നു? ചോദ്യം ഇതാണ്. വ്യവസ്ഥ എഴുതാൻ വന്ന നിങ്ങൾ എന്തുകൊണ്ട് പിന്തിരിയുന്നു? അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ പണ്ഡിത സഭയുടെ ആളുകൾ വിളിച്ചു, ഞങ്ങളെ ഇവിടെ ഏൽപ്പിച്ചു, പറഞ്ഞേച്ചു, ഉത്തരവാദിത്തപ്പെടുത്തി നിങ്ങൾ വ്യവസ്ഥ എഴുതാൻ വേണ്ടി. ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥ എഴുതാൻ വന്നു. നിങ്ങളും വന്നു. നിങ്ങൾ ഇപ്പം ഇന്ന് നടക്കേണ്ടത് എന്താണ്? നമ്മ രണ്ടു കൂട്ടരും സംവാദ വ്യവസ്ഥ ഇതാണ്. ഈ സ്പോട്ടിൽ വെച്ച് നിങ്ങൾ പുതിയ കണ്ടീഷൻ പറഞ്ഞു, KJയുടെ ലെറ്റർ വേണം. നിങ്ങൾ ഇന്നലെ രാത്രി വരെ അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നാട്ടുകാർ പരസ്പരം വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അതൊന്നും ഒരു ചർച്ച അല്ല. നിങ്ങൾ അങ്ങോട്ട് പലതും പറഞ്ഞേക്കും. നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിൽ, നിങ്ങൾ ഒഫീഷ്യൽ ലെറ്റർ തന്നല്ലോ, ആ ഒഫീഷ്യൽ ലെറ്ററിൽ നിങ്ങൾ അങ്ങനെ ഒരു കണ്ടീഷനേ വെച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടില്ല KJയുടെ. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ സംവാദം നടക്കാണ്ടിരിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ സംവാദം നടക്കണം. ഇനിയിപ്പോൾ ഈ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ KNM സൂപ്പർ ബസാർ യൂണിറ്റിന് വേണ്ടി സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ സംഘടന ഞങ്ങൾ ഒഫീഷ്യലായി ഏൽപ്പിച്ചതാണ്. ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള സംഘടനയാണ്, നാഥനില്ലാത്തവരല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ശാഖ നൽകിയ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് ഏറ്റെടുത്തു. ശരി, ഇതുപോലെ ഒരു ലെറ്റർ മറുപുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടല്ലോ, സൂപ്പർ ബസാർ യൂണിറ്റിന്റെ വിസ്ഡം ലെറ്റർ. ആ ലെറ്ററിന് നാഥനുണ്ടോ? ഉത്തരവാദിത്തമുണ്ടോ? ആ ലെറ്ററിന് മര്യാദയുണ്ടോ? ഉണ്ടെങ്കിൽ ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയാണ്, ഇതാണ് സെക്രട്ടറി. ഓക്കെ, സംവാദ വ്യവസ്ഥ എഴുതാൻ ഈ സെക്രട്ടറി എഴുതി ഒപ്പിട്ട്
കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് പറയാ ലെറ്റർ നാഥനില്ല. അപ്പൊ നിങ്ങളുടെ ലെറ്ററിന് നിങ്ങൾ തന്നെ ഒരു കടലാസിന്റെ വില കൽപ്പിക്കാത്ത ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഞങ്ങളെ യൂണിറ്റിന്റെ സെക്രട്ടറി ലെറ്റർ എഴുതി സംഘടന ഏറ്റെടുത്തു വന്നു. ഞാൻ ചോദിക്കുന്നത് KJUവിന്റെ ലെറ്റർ നിങ്ങൾ ഇപ്പോഴാണ് വ്യവസ്ഥ ചെയ്തുമ്പോഴാണ് കണ്ടീഷൻ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ പറയുന്നു ശരി, അതും സമ്മതിച്ചു. സംവാദത്തിന്റെ അന്ന് ആദ്യത്തെ കണ്ടീഷൻ ഞങ്ങളുടെ പക്ഷം KJUവിന്റെ ലെറ്റർ കൊണ്ടുവരും, നിങ്ങളുടെ പക്ഷം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത സഭയുടെ ലെറ്റർ കൊണ്ടുവരിക, എന്നിട്ട് ബാക്കി ചർച്ച. അപ്പോൾ ഇത് ഒന്നാമത്തെ കണ്ടീഷൻ എഴുതിക്കോ, ലെറ്റർ കൊണ്ടുവരും, ഉറപ്പാണ്. ലെറ്റർ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇരുന്നാൽ മതി. ഞങ്ങൾ ലെറ്റർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ, അതിന് ഇറങ്ങി പോയിക്കോ. അത്രയ്ക്ക് ഞങ്ങൾ ഓഫർ തരുന്നു. പിന്നെ ഞങ്ങൾക്ക് തൗബ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിരുന്ന് ബോധ്യപ്പെട്ടാൽ തൗബ ചെയ്യും. മത്തായി തൗബ അങ്ങനെ ഒരു തൗബ ഒരു സമൂഹത്തെ മൊത്തം ശിർക്കിലേക്ക് കൊണ്ടുപോയി നടത്തിയിട്ട് ഞാൻ തൗബ ചെയ്തുകൊണ്ട് കാര്യമില്ല, ഒരു വ്യക്തി തൗബ ചെയ്തുകൊണ്ട് കാര്യമില്ല, അനുസരിച്ചിട്ട് തൗബ ചെയ്തുകൊണ്ട് കാര്യമില്ല. ആ സമൂഹത്തിന് നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങളെ പുസ്തകത്തിൽ പഠിപ്പിക്കണം, നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കണം. ഇതൊന്നും എന്താ ചെയ്യാത്തത്? ഇതെന്താ നിങ്ങൾ ചെയ്യാത്തത്? ഇതൊന്നും നിങ്ങൾ ചെയ്യണില്ലല്ലോ. നിങ്ങളെപ്പോഴും ആ പണ്ടത്തെ പുസ്തകങ്ങളൊന്നും അതേമാതിരി ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോകണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു തെറ്റ് പറ്റിയണമെങ്കിൽ നമ്മളെ പുസ്തകങ്ങളിൽ, നമ്മളെ ലേഖനങ്ങളിൽ വന്ന എല്ലാ തെറ്റുകളും നമ്മൾ ഇതോടുകൂടി തിരുത്തി എന്നൊരു ഇത് നിങ്ങൾ ഇറക്കണം. അത് നിങ്ങൾ ഇറക്കണില്ലല്ലോ. ആ പുസ്തകങ്ങൾ ഇപ്പോഴും വിൽക്കണ്ടല്ലോ, ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആ തൗബ, നിങ്ങളെ തൗബ ആത്മാർത്ഥ തൗബ അല്ല എന്നുള്ളത് അപ്പൊ ഒരു രക്ഷപ്പെടാനുള്ള ഒരു തൗബായിട്ട് കാട്ടുള്ളൂ. അവിടുന്ന് അത് ഇപ്പൊ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഇല്ലേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അവസാനിപ്പിച്ച് പോകാം. എല്ലാവരും ഇപ്പൊ ബാങ്ക് കൊടുത്തിട്ട് നമുക്ക് സമയം ഏകദേശം ആയിക്കോട്ടെ, അങ്ങനെ നോക്കിയിട്ട് പോകാം. അങ്ങ് 10 മണി വരെ ഇരുന്നാ 10 മണി വരെ ഇരുന്നാ കേട്ടാ. ശരി. അപ്പൊ ഇപ്പൊ നോക്കണേ, നമ്മളെ പുസ്തകം മാറ്റണം. നമ്മൾ തൗബ ചെയ്യണം. എന്തിനെന്നറിയോ? ജിന്നിനോട് സഹായം, മലക്കിനോട് സഹായം തേടിയാൽ ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൗബ ചെയ്യണം. നിങ്ങൾ ആലോചിക്ക്, ജിന്നിനോട് സഹായം അല്ല ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ നിങ്ങളും മിണ്ടാണ്ടിരുന്നല്ലോ. അല്ല അത് നിങ്ങളുടെ സംസാരിച്ചോ. ഞാൻ പറയുന്നത് എന്തിനാണ് ഇപ്പൊ നമ്മളെ ബുക്ക് തിരുത്തേണ്ടത്? ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്ക് തന്നെ എന്ന ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ ബുക്ക് മാറ്റണ്ടേ? അപ്പൊ ഇവരെ കാര്യം മനസ്സിലായല്ലോ. ജിന്നിനോട് സഹായം തേടുന്ന ഷിർക്കല്ല, ബുക്ക് വരെ മാറ്റി. അതുകൊണ്ടാണല്ലോ ഇവർക്ക് എത്ര കോൺഫിഡൻസ്. അപ്പൊ അത് വിട്ടാ പിന്നെ പുഴയിൽ മുങ്ങിത്താഴുന്നവൻ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല. അതുപോലെ തന്നെ അല്ല കുറ്റിക്കാട്ടിലെ നിങ്ങൾ പറഞ്ഞപ്പോ മര്യാദ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ സമയം അനുവദിച്ചു. നിശബ്ദമായി ഇരിക്കുന്ന മര്യാദ നമ്മൾ പാലിച്ചതാണ്. ലംഘിക്കല്ലേ, മര്യാദ ലംഘിക്കല്ലേ, പ്ലീസ് മര്യാദ ലംഘിക്കല്ലേ. ഞങ്ങൾ കേട്ടല്ലോ. പറയാ നിങ്ങൾ എന്ത് മര്യാദകേടാ ഇപ്പൊ കാണിക്കുന്നത്? നിങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങൾ നിശബ്ദമായിട്ടിരുന്നു. ഞങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ നിശബ്ദമായി ഇരുന്നിട്ട് മറുപടി പറഞ്ഞോ? നിശബ്ദമായി ഇപ്പൊ ഇരിക്കൂ. ഞങ്ങൾ പറയട്ടെ സുഹൃത്തെ, എന്തിനാണ് ഈ ബേജാറ്? എന്തിനാ ഈ ടെൻഷൻ? ഇരിക്കൂ പറയാ ഇവിടെ നിങ്ങൾ മിണ്ടാണെന്നാലല്ലേ പറയാൻ പറ്റൂ. അല്ല നിങ്ങൾ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കല്ലേ. ഞങ്ങൾ പറയാന്ന് ഇന്ന് എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിട്ട് നമ്മളിന്ന് പോവുള്ളൂ. ഓക്കെ ഇരിക്കി പറഞ്ഞ